ബോംബാർഡിയർ വണ്ടിനെ കുറിച്ച് ഇതിനകം ധാരാളം വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിന്റെ ചില വിശദാംശങ്ങൾ കൂടെ പറയാം. ബോംബാർഡിയർ വണ്ടുകൾ അഡിഫാഗൻ ഗ്രൗണ്ട് വണ്ടുകളാണ്. ബീറ്റിൽസിന്റെ അഥവാ പ്രാണികളുടെ ഒരു സബ് ഓർഡറാണ് ഈ അഡിഫാഗൻ ഗ്രൗണ്ട് വണ്ടുകൾ. ശത്രുക്കൾക്ക് നേരെ രാസായുധം പ്രയോഗിച്ചുകൊണ്ടാണ് ഇവർ രക്ഷപ്പെടുന്നത്. ഈ രാസായുധത്തിന് ചെറിയ പ്രാണികളെയൊക്കെ കൊല്ലാനുള്ള ശേഷിയുണ്ട്. പക്ഷേ തേള് പോലത്തെ ഇഴജന്തുക്കൾക്ക് പൊള്ളലേൽക്കുമെന്നല്ലാതെ അവ ചത്തുപോകില്ല. ഇവയുടെ പിൻഭാഗത്തെ അറകളിലാണ് ഈ രാസായുധ കൂട്ടുള്ളത്. പ്രയോഗത്തിന്റെ ആ സമയത്ത് മാത്രമാണ് ഇവർ രാസായുധ കൂട്ടുണ്ടാക്കുന്നത്, അല്ലാതെ മുൻകൂട്ടി അവർ ഉണ്ടാക്കി വെക്കുന്നില്ല. വണ്ടിന്റെ പിൻഭാഗത്തിൽ 2 അറയുണ്ട്. റിസർവോയർ എന്ന് പറയുന്ന ആദ്യത്തെ അറയിൽ ഹൈഡ്രജൻ പെറോക്സൈഡും ഹൈഡ്രജൻ കിനോനും അവ സൂക്ഷിക്കുന്നുണ്ട്. റിയാക്ഷൻ ചേംബർ എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ അറയിൽ 2 എൻസൈമുകളാണ്. ഒന്ന് പെറോക്സിഡൈസ്, 2 കാറ്റലൈസ്. ഈ 2 ചേംബറുകൾക്കും ഇടയിൽ ഒരു വാൽവുണ്ട്. ആരെങ്കിലും തങ്ങളെ ആക്രമിക്കും എന്ന് തോന്നുമ്പോൾ ഈ വാൽവ് തുറക്കുകയും 2 അറകളിലെ രാസവസ്തുക്കൾ കൂട്ടിക്കലർത്തി ഒരു സ്ഫോടനാത്മക പ്രതീതി സൃഷ്ടിക്കും. ഈ രാസവസ്തു 270 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് അതിന് പ്രയോഗിക്കാൻ സാധിക്കും. ശത്രുവിന്റെ എല്ലാ ഭാഗത്തും അവ തളിക്കപ്പെടുകയും അവ പൊള്ളി ഓടുകയും ചെയ്യും. ഈ പ്രാണിയുടെ പിൻഭാഗത്താണ് അറ എന്നതിനാലും അത് ആദ്യമേ മിക്സ് ചെയ്ത് വെക്കുന്നില്ല എന്നതിനാലും ബോംബാർഡിയർ വണ്ടുകൾക്ക് അവയുടെ ശരീരഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങൾക്ക് കാര്യമായ കേടുപാട് പറ്റുന്നില്ല.